ശൈത്താനെയും ഭയപ്പെടരുത്, ശൈത്താന്റെ മിത്രങ്ങളെയും ഭയപ്പെടരുത്. ആരെ ഭയപ്പെടേണ്ടത്? ഫലാ തഖാഫുഹും വഖാഫൂനി, എന്നെ മാത്രം ഭയപ്പെടുക. പിശാചിനെയും പിശാചിന്റെ മിത്രങ്ങളെയും ഭയപ്പെടരുത്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇതിന്റെ അവതരണ പശ്ചാത്തലം ആ ചരിത്രമൊക്കെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. ഇനി തഫ്സീറാണോ ഫൈസൽ മൗലിയുടെ മാതിരിയാവൂല. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തഫ്സീറിലുണ്ടാവും. മുജാഹിദ് കാരണം ഇപ്പം കേൾക്കണ മുജാഹിദ് അല്ല, ഒരു പ്രഗത്ഭനായ താബിഈ പണ്ഡിതനുണ്ട്. ആ മുജാഹിദ് എന്ന താബിഈ പണ്ഡിതന്റെ തഫ്സീറുണ്ട് ഈ ആയത്തിന്. അദ്ദേഹം ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫുഹും യഅനി അശ്ശയാത്തീൻ, പിശാചുക്കളെ ഭയപ്പെടരുത് എന്ന് മാത്രമാണ് അദ്ദേഹം കൊടുത്ത അർത്ഥം. അങ്ങനെ തഫ്സീർ എഴുതിയവരുമുണ്ട്. ഇത് കുവൈത്തിൽ പണ്ട് ഞാൻ ചെന്നപ്പോഴല്ല. അപ്പോൾ കുവൈത്തിലൊരു ഷെയ്ഖ് ഉണ്ട്, ഹമൂദ് നജിദി. അയാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ സംസാരം ഉണ്ടായി. ആ സംസാരത്തിൽ ഇന്നെ മോശമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ദായിൻ്റെ ചോദ്യം, ഷെയ്ഖ് ഇന്ദി സുആൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. എന്താ ചോദ്യം എന്നറിയോ? ഫലാ തഖാഫുഹും വഖാഫൂനി ഫലാ തഖാഫുഹും ഇലാ ഐന യർജിഉ ഹാദാ ളമീർ ളമീറുഹും ഇലാ ഐന യർജിഉ ഇലാ ശൈത്താൻ അം ഇലാ ഔലിയാഇഹി. അപ്പൊ ഷെയ്ഖിന്റെ മറുപടി എന്താ പറയുക? യർജിഉ ഇലാ സനൈൻ, രണ്ടുക്കും കൂടി മടങ്ങണമെന്നാ. അതോടുകൂടി അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അപ്പം മുഫസ്സിറുകൾ, ഇനി അമാനി മൗലവിൻ്റെ പരിഭാഷ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ, പിശാച്ച് അവൻ്റെ മിത്രങ്ങൾ മുഖേന നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവനെയും അവൻ്റെ മിത്രങ്ങളെയും രണ്ടിനെയും ഭയപ്പെടരുത്, അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്നാ. ഇനി ഇവര് പറയട്ടെ, ദുർവ്യാഖ്യാനാണെന്ന് പറഞ്ഞ പോലെ പറയട്ടെ, അള്ളാഹിനെ മാത്രം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മിത്രങ്ങളെ മാത്രമേ ഭയപ്പെടാതിരിക്കേണ്ടതുള്ളൂ എന്നാണോ? അതല്ല പിശാചിനെയും ഭയപ്പെടാൻ പാടില്ല എന്നുണ്ടോ? ഇത് മാത്രം ഞാൻ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അടുത്ത വാദപ്രതിവാദം മൂപ്പര ദുർവ്യാഖ്യാനായതുകൊണ്ട് എൻ്റെ ദുർവ്യാഖ്യാനം, പിന്നെ വാദപ്രതിവാദത്തിൻ്റെ പൂതിയാണ് കഴിഞ്ഞ്. നാട് നീളെ ഇറങ്ങിയാൽ അമ്മി ഒത്താണ്ടോ എന്ന് ചോദിക്കണ പോലെ ഇപ്പം അമ്മി ഒത്താണ്ടോ എന്ന് ചോദിക്കാം. അമ്മില്ലല്ലോ, ഇപ്പം മറ്റേതല്ലേ ഉള്ളൂ. പണ്ടൊക്കെ അങ്ങനെ അമ്മി ഒത്താണ്ടോന്ന്. അതുപോലെ സംവാദത്തിനുണ്ടോ, സെലഫിണ്ടോ? ആദ്യം സെലഫി, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ എന്നാ. പത്തപ്പിരിയത്ത് നിന്ന് ഇതാണ് കഴിഞ്ഞോടുകൂടി ഇല്ല. എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു, ഫലാ തഖാഫുഹും വഖാഫൂനിന്ന് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു സംവാദം നടത്താമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓരപ്പോൾ കാണാനല്ല വെല്ലുവിളിച്ചിരുന്ന ആൾക്കാരെ. സഹോദരങ്ങളെ, എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അല്പം തമാശയായിട്ട് ഗൗരവതരമായ ചില കാര്യം